പ്രൈസ് ലോർഡ്. കർത്താവിൽ ഒത്തിരി സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. और इन सुंदर पलों के लिए मैं परमेश्वर को धन्यवाद देता हूँ. കർത്താവ് ഏറ്റവും വലിയ ദൈവ പദ്ധതിക്ക് വേണ്ടി സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ തലമുറയോടുകൂടെ ആയിരിക്കുന്നതിൽ സന്തോഷം. और परमेश्वर ने अपने अद्भुत कार्य योजना को प्रकट करने के लिए अपने हाथों में सुरक्षित रखे हुए एक पीढ़ी के साथ में प्रभु की महिमा करने के इस अवसर के लिए मैं प्रभु को धन्यवाद देता हूँ. ഇതിനകത്തായിരിക്കുന്ന എല്ലാവരും കാത്തിരിക്കുന്നതും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ആഴമേറിയ ഒരു ദൈവിക ഉണർവിന് വേണ്ടിയാണല്ലോ. और आज जितने लोग इस सभा में जुड़े हुए आप में से हर एक के दिल की चाहत एक गहरा जागृति है और उस जागृति की बाट आप जो रहे ഉറപ്പായിട്ടും നടക്കും. അത് വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറയാം. और विश्वास कीजिए प्रियो, ये होकर रहेगा. प्रभु ऐसा करने जा रहा है. ഓ ഹല്ലേലൂയ. ആരൊക്കെയോ പറയുന്നു ആമേൻ ഇത് അന്ത്യകാലമാണ്, ഒന്നും സംഭവിക്കുകയില്ലെന്ന്. कोई कोई कह रहे हैं ये अंत के दिन है, कुछ होने वाला नहीं. ആമേൻ അന്ത്യകാലം അത് ഉണർവിന്റെ കാലമല്ല, അത് ഉറക്കത്തിന്റെ കാലമാണ്, അത് മയക്കത്തിന്റെ കാലമാണ്, ഒന്നും സംഭവിക്കത്തില്ല എന്ന് വാദോരാതെ ആരൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. और कोई कोई कह रहा है ये अंत का समय है, अभी कुछ ज्यादा होगा नहीं, लोग निराशा में जाएंगे, लोग निद्रा में चले जाएंगे, ऐसे समय होंगे, ऐसे कोई कोई कह रहे हैं. അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ പ്ലീസ് നിങ്ങളെ അവരൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഒരു തൂമ്പ വാങ്ങി അവർക്ക് കൊടുക്കണം. और यदि किसी ऐसे व्यक्ति से आपकी मुलाकात हो रही है, आप उसके लिए उसके हाथ में एक फावड़ा उसको देना. ഒന്നും നടക്കുകയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കാര്യത്തിന് നിൽക്കുന്നത്? यदि कुछ नहीं होने वाला है तो फिर क्यों प्रभु के लिए खड़ा रहना है? 100 വചനങ്ങൾ കൊണ്ട് ഇത് നടക്കത്തില്ലെന്ന് പറയാം, പക്ഷേ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവർക്കറിയാം ഒരു വലിയ ഉണർവ് സംഭവിക്കാൻ പോകുകയാണ്. और हम शब्दों से कह सकते, नकारात्मक बातें कह सकते हैं, लेकिन प्रार्थना करने वाला व्यक्ति एक बात को जानता है, प्रार्थना के द्वारा एक जागृति प्रभु भेजने जा रहा है, अद्भुत कार्य होने जा रहे हैं. അവൻ അന്ത്യകാലത്ത് ഉണർവ് അല്ല എന്ന് പറയുമ്പോൾ അവൻ അതിനെക്കുറിച്ച് ഓർപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. और अंत के दिनों में जागृति नहीं होगी, जब इस प्रकार से लोग कहते तो ऐसे अन्य कई बातों में, कई पहलुओं पे वो जा सकते हैं. എന്നാൽ ഇതിനിരിക്കുന്ന എല്ലാവരുടെ അകത്തൊരു ബോധ്യമുണ്ട്, അത് നടക്കും, അത് നടക്കും, അത് നടക്കും. लेकिन आज जितने लोग यहाँ जुड़े हुए आप में से हर एक के दिल के अंदर एक आवाज गूंज रही है कि एक जागृति होकर रहेगी, एक जागृति होकर रहेगी, और ऐसा होने जा रहा है. അന്ത്യകാലത്തിന്റെ പ്രസംഗം ആരംഭിച്ച വ്യക്തി അത് മറ്റാരുമല്ലായിരുന്നു, അത് പത്രോസായിരുന്നു. ആ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടാണ് അന്ത്യകാലത്തിന്റെ പ്രസംഗം ആരംഭിച്ചത്. और अंत के दिनों के बारे में पतरस ने प्रचार करके आरंभ किया, लेकिन उस पहले प्रचार के बाद 3000 से अधिक लोग प्रभु में आ गए. നാം മാത്രമല്ല അന്ത്യകാലത്ത് ജീവിച്ചിരുന്നത്, പത്രോസ് അന്ത്യകാലത്തായിരുന്നു ജീവിച്ചിരുന്നത്. प्रियो, केवल हम ही अंत के दिनों में जीवन नहीं व्यतीत कर रहे, पतरस भी अंत के दिनों में जीवन व्यतीत कर रहा था. പൗലോസ് അന്ത്യകാലത്തായിരുന്നു ജീവിച്ചിരുന്നത്. पौलुस अंत के दिनों में जीवन व्यतीत कर रहा था. അന്ത്യകാലത്താണ് ജീവിച്ചിരുന്നത്. चार्ल्स फिन्नी अंत के दिनों में जीवन व्यतीत कर रहा था. അന്ത്യകാലത്താണ് ജീവിച്ചിരുന്നത്. जॉर्ज मुलर अंत के दिनों में था. സ്മിത്ത് വിഗിൾസ്വർത്ത് അന്ത്യകാലത്താണ് ജീവിച്ചിരുന്നത്. स्मिथ विगल्सवर्थ अंत के दिनों में सेवा की. റെയ്നാർഡ് ബോങ്കെ അന്ത്യകാലത്താണ് ജീവിച്ചിരുന്നത്. रेनार्ड बॉन्के ने अंत के दिनों में सेवा की. ബില്ലി ഗ്രഹാം അന്ത്യകാലത്താണ് ജീവിച്ചിരുന്നത്. बिली ग्राहम अंत के दिनों में जीवित रहा. ഇവരെല്ലാം അന്ത്യകാലത്ത് ജീവിച്ചിരുന്നു. അവർ ലക്ഷക്കണക്കിന് ജനത്തെ കർത്താവിലേക്ക് ആദായപ്പെടുത്തി. और ये सारे प्रभु के दासों ने अंत के दिनों में जीवन व्यतीत किया, लेकिन लाखों की संख्या में लोगों को ये प्रभु में लेकर आए. എന്നാൽ ഇന്നുള്ള ഈ 800 കോടി ജനത്തെ നേടുവാൻ ആ പത്രോസില്ല, പൗലോസില്ല, ആ ബില്ലി ഗ്രഹാം ഇല്ല, ആ റെയ്നാർഡ് ബോങ്കെ ഇല്ല. ഈ ജനത്തെ നേടാനുള്ളത് ദൈവത്തിന് ഇന്നിന്റെ നിങ്ങളാണ്. അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഒരുക്കുകയാണ്. प्रियो, आज 800 करोड़ से अधिक की आबादी को प्रभु में लेकर आने के लिए यहाँ पतरस नहीं है, यहाँ पौलुस नहीं है, या रेनार्ड बॉन्के नहीं है, स्मिथ विगल्सवर्थ नहीं है. इस आबादी को प्रभु में लाने की जिम्मेदारी मेरी और आपकी है. यह हमारा समय है. അതുകൊണ്ട് നിങ്ങൾ ഉണരുക, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉണർത്തുന്നു.
और प्रियो उसके लिए हमें जागना है। पवित्र आत्मा आज रात हमें जगा रहा है। നിങ്ങൾക്ക് എന്നുവരെ ഈ ഉണർവിന്റെ ശുശ്രൂഷ ചെയ്യാം? നിങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ ഉണർവിന്റെ ശുശ്രൂഷ ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം ഈ ഉണർവിന്റെ ശുശ്രൂഷ ചെയ്യാം? ഈ ഭൂമിയിൽ ഒരു ഭാവി ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ശുശ്രൂഷയുണ്ട്. आप कब तक इस जागृति के बारे में सोच सकते हैं, प्रचार कर सकते हैं? तब तक जब तक आप जीवित हैं, तब तक जब तक इस संसार में पापी लोग मौजूद हैं, तब तक आप इस बारे में प्रचार कर सकते हैं। ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന വിലപ്പെട്ട അഭിഷിക്തന്മാരെ ഹൃദയത്തിൽ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. आज रात जितने प्रभु के दास दासी लोग इस सभा में जुड़े हुए, जितने अभिषिक्त लोग हैं, उनके लिए दिल से धन्यवाद देता हूँ। ഫിനിച്ചാനെ ഓർത്ത് ദൈവത്തിന് ഒത്തിരി സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളിൽ ഒറ്റരിപ്പിൽ വായിച്ചു തീർത്ത പുസ്തകം ഫിനിച്ചാന്റെ പുസ്തകമാണ്. और प्रभु के दास पास्टर फिनिस स्टीफन के लिए मैं प्रभु को धन्यवाद देता हूँ, और उनके द्वारा लिखी हुई पुस्तक को एक ही बार में मैंने पूरा पढ़ लिया। ഇതിനകത്തിരിക്കുന്ന വിലപ്പെട്ടവരെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ബ്ലസൻ പാസ്റ്റർ, രാജ്മോഹൻ പാസ്റ്റർ, അങ്ങനെ എല്ലാവരെയും, സന്തോഷ് പാസ്റ്റർ, എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി. और पास्टर ब्लसन के लिए, पास्टर राजमोहन के लिए, प्रभु के दासों के लिए दिल से मैं प्रभु को धन्यवाद देता हूँ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അത്ഭുതങ്ങൾക്ക് വേണ്ടി, അതിശയങ്ങൾക്ക് വേണ്ടി ഈ ദിനങ്ങളിൽ ഉപയോഗിക്കട്ടെ. और परमेश्वर हर एक को सामर्थ के साथ में अद्भुत कार्यों के लिए इस्तेमाल में लेने पाए. ചിലർ പറഞ്ഞ അന്ത്യകാലം അതൊരു ലോത്തിന്റെ കാലമാണെന്ന് പറയുന്നു. और कुछ लोग कहते हैं अंत का जो समय है वो लूत के दिनों के समान है. ആമേൻ. സാരമില്ല, ലോത്തിന്റെ കാലത്ത് തന്നെ മറു സൈഡിൽ ഒരു അബ്രഹാം ഉണ്ട്. और आप देखिए, कोई बात नहीं, लोग कह रहे लूत का दिन है, लेकिन लूत के युग में भी दूसरी और एक अब्राहम था. ഹലോ ബ്രദറെ, നിങ്ങളൊരു ലോത്തിന്റെ കാലത്താണെങ്കിൽ ലോത്താകണ്ട, അബ്രഹാം ആയിക്കോ. और आप लूत के समयों में जीवन व्यतीत कर रहे हैं, तो आपको लूत का उदाहरण अनुसरण करने की जरूरत नहीं है. अब्राहम को आप अनुकरणीय बना सकते हैं. ലോത്ത് വിറ്റും നട്ടും പണിതും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി, ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന ആ രാജ്യം കണ്ടുകൊണ്ട് ദൈവത്തിന്റെ കൂടെ ദൈവശബ്ദം കേട്ട് നടക്കുകയാണ്. और लूत कई बातों को देख कर, खरीद कर, बनाकर, बसाकर, छोड़कर जीवन को व्यतीत कर रहा था. लेकिन अब्राहम परमेश्वर के हाथों के द्वारा निर्मित एक नगर की बाट जो होता हुआ प्रभु के समय तक बना रहा था. ലോത്തിന്റെ കാലത്തെ ഒരു അബ്രഹാം ആകാം നമുക്ക്. लूत के समय का एक अब्राहम में और आप बन जाए. നോഹയുടെ കാലമാണെന്ന് പറയുന്ന അന്ത്യകാലം, കുഴപ്പമില്ല. പക്ഷെ ആ നോഹയുടെ കാലമാണ് ഇതെങ്കിൽ ഇത് ഞങ്ങൾ നോഹയാകാൻ ആഗ്രഹിക്കുന്നു. और नूह के समय की तुलना अंत के दिनों के साथ में यदि की गई है, तो हम उन समयों के नूह के समान हम बनने के लिए तैयार हो जाए. നോഹ എന്ത് ചെയ്തു? അവൻ പ്രസംഗിച്ചു, അവൻ പെട്ടകം പണിതു, അവൻ തന്റെ കുടുംബത്തെ നേടി. സ്തോത്രം. അവൻ ദൈവത്തിന്റെ കൂടെ നടന്നു. और नूह ने क्या किया? नूह ने प्रचार किया, नूह ने जहाज बनाया, नूह ने अपने परिवार को बचा लिया, और वो परमेश्वर के संग चलता रहा. ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. और मेरी बातों को आपने ध्यान पूर्वक सुना, ऐसा मैं विश्वास करता हूँ. ഒന്ന് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. पहला वो प्रचार करता रहा, അപ്പോൾ തന്നെ പെട്ടകം പണിതു, उसी के साथ में वो जहाज बनाता रहा, അപ്പോൾ തന്നെ കുടുംബം നോക്കി, उसी के साथ परिवार को भी देखा, അപ്പോൾ തന്നെ ദൈവത്തിന്റെ കൂടെ നടന്നു. और उसी के साथ में वो परमेश्वर के संग चलता रहा. നമുക്ക് ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. हम एक समय में एक ही बात कर पाते हैं, എന്നാൽ നോഹ ഒരു സമയത്ത് 4 കാര്യം ചെയ്തു. लेकिन नूह ने एक ही समय में 4 बातों को वो करता रहा. അതെന്താണ്? അദ്ദേഹത്തിന്റെ മേൽ ഒരു കൃപ വ്യാപരിച്ചു. और वह कैसे हुआ? उसके ऊपर प्रभु का अनुग्रह था. ഇതൊരു നോഹയുടെ കാലമാണെങ്കിൽ നോഹയുടെ കാലത്തെ നോഹയാണ് ഞാൻ. और यदि ये नूह का युग है, तो नूह के युग का नूह मैं बनना चाहता हूं. അന്ത്യകാലത്ത് അനേകരുടെ വിശ്വാസം തണുക്കുന്ന കാലമാണെങ്കിൽ ഞാൻ വിശ്വാസത്തിനുവേണ്ടി പോരാടുന്ന ഒരു പൗലോസാകാൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു. अंत के दिनों में बहुत तेरे लोगों का विश्वास जब ठंडा हो जाता है, ऐसे समयों में विश्वास के धीरज में बना रहने वाला पौलुस के समान मैं खड़ा होना चाहता हूं. എത്ര പേർ കർത്താവിന് ആരാധന കൊടുക്കാൻ തയ്യാറാണ്? कितने लोग प्रभु की आराधना करने के लिए आज रात तैयार हैं? വിശ്വാസം തണുക്കുന്നവരുടെ കൂട്ടത്തിലല്ല ഞാൻ. നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ദമസ്കോസിന്റെ പടിവാതക്കൽ വെച്ച് എത്രത്തോളം എന്റെ മേൽ വിശ്വാസം തന്നോ അതിന്റെ ഒരു തരി പോലും ഈ മരണത്തിന്റെ മുമ്പിൽ ഞാൻ കളഞ്ഞിട്ടില്ലെന്ന് പറയുന്ന ഒരു പൗലോസാകുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. बहुतेरों का विश्वास जब ठंडा हो गया,
ऐसे समयों में पौलुस के समान मैं और आप कहने के लिए तैयार हो जाए, मैंने अपनी दौड़ को पूरा किया और मैंने विश्वास की रखवाली की। दमिश्क के फाटक के पास में जो विश्वास पौलुस के ऊपर आया था, उस विश्वास को पूरी रीति से बनाए रखते हुए अपनी दौड़ को जैसे उसने पूरा किया, वैसा हमारे जीवन में भी वह एक इच्छा जागृत होने पा। അന്ത്യകാലം അനേകരുടെ സ്നേഹം തണുക്കുന്ന കാലമാണെന്നാ പറയുന്നേ. और कई लोग कहते हैं अंत के समयों में बहुतेरों का प्रेम ठंडा हो गया है। അനേകരുടെ സ്നേഹം തണുക്കുന്നെങ്കിൽ അത് തണുത്തോട്ടെ. अन्य लोगों का प्रेम यदि ठंडा हो रहा है तो उसे ठंडा होने दो। ഞാൻ മറ്റൊരു ഭാഗത്താണ് നിൽക്കുന്നത്. मैं एक दूसरे भाग में मैं खड़ा हूं। ദൈവസ്നേഹത്തിന്റെ ആഴം, അതിന്റെ നീളം, അതിന്റെ വീതി, അതിന്റെ ഉയരം അറിയുവാൻ വേണ്ടി തിരയുന്ന വ്യക്തിയായി നിൽക്കാൻ ഞാൻ നിൽക്കുന്നു. परमेश्वर के प्रेम की लंबाई को, चौड़ाई को, ऊंचाई को, गहराई को, उसको खोजने का स्वप्न रखने वाला एक प्रेम के खोजी के रूप में मैं इस पीढ़ी में खड़ा रहना चाहता हूं। ചിലർ പറയുന്നു അന്നാളിൽ ആമേൻ യേശു പറയും ആമേൻ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി മരിച്ചവരെ ഉയർപ്പിച്ചു, പക്ഷേ നിങ്ങളെ അറിയുന്നില്ലെന്ന് അവരോട് പറയും എന്ന് പറയുന്നു. और यीशु ने इस प्रकार से कहा कि मैं उनसे कहूंगा कि तुमने दुष्ट आत्माओं को निकाला, तुमने अद्भुत कार्य किए, लेकिन मैं तुम्हें नहीं जानता, ऐसा यीशु ने उनसे कहा। എന്നാൽ ഞാൻ പറയുന്നു അവരല്ല ഞാന്. लेकिन मैं कहना चाहूंगा उस भीड़ में से एक मैं नहीं बनूंगा। നിങ്ങൾ കേട്ടുവെങ്കിൽ കർത്താവിന് നന്ദി പറയാം. यदि आप समझ पा रहे तो प्रभु को धन्यवाद देना आरंभ कीजिए। അവരെന്നുള്ള ദൂത് എന്റേതല്ല. उनके लिए वे बात कही गई है, मैं उस समूह में नहीं आता। നാം, നമ്മുടെ, നിങ്ങൾക്ക് എന്ന ദൂതാണ് എന്റെ ദൂത്. और मेरे लिए जो है वह है मेरा प्रकाशन, मेरा संदेश। ഞാൻ ഈ വചനം നിങ്ങളോട് പറയുന്നത് ഒരു ഉണർവ് നടക്കത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ദൂതൊന്ന് ഏറ്റെടുത്തൊന്ന് എതിർത്താട്ടെ. और जब मैं इस संदेश को आप तक पहुंचा रहा हूं, एक और लोग कह रहे कि अब जागृति नहीं होगी, लेकिन उसके प्रत्युत्तर के रूप में इस प्रकाशन को स्वीकार करके आप घोषणा करना आरंभ कीजिए, नहीं, मेरे दिनों में मैं एक जागृति को देखूंगा। അന്ത്യകാലത്ത് ഒരു ഉണർവ് നടക്കും എന്ന് ഉറപ്പാണ്. അടുത്തൊരു വാക്ക്, അത് എന്തിന്റെ ഉണർവാണ്? अंत के दिनों में एक जागृति होना निश्चय है, लेकिन अगला सवाल, किस बात की जागृति? ആ ഉണർവ് ഒന്ന്, അതൊരു വചനത്തിന്റെ ഉണർവാണ്. और उस जागृति की खासियत, पहला वो वचन आधारित जागृति हो। ആമേൻ. ആമോസിന്റെ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ആമേൻ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ആമേൻ, യഹോവയുടെ വചനത്തെ കേൾക്കുവാൻ വേണ്ടിയുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തിന്റെ മേൽ അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. आमोस नबी की पुस्तक 8वां अध्याय उसका 11वां पद, परमेश्वर यहोवा की यह वाणी है, देखो ऐसे दिन आते हैं जब मैं इस देश में महंगी करूंगा, उसमें न तो अन्न की भूख और न पानी की प्यास होगी, परंतु यहोवा के वचनों के सुनने ही की भूख प्यास होगी। അതൊരു വചനത്തിന്റെ ഉണർവാണ്. वचन की जागृति है वह। ആരാണ് ആ വചനം തരുന്നത്? कौन वो वचन देता है? അതിന്റെ തൊട്ട് താഴത്തെ വാക്ക് പറയുന്നു, അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാർ യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. और 13वें पद में हम देखते हैं, उस समय सुंदर कुमारियां और जवान पुरुष दोनों प्यास के मारे मुरझा खाएंगे। ഒന്ന് കർത്താവിന് നന്ദി പറയാമോ? मिलकर प्रभु को धन्यवाद दे सकते हैं। വചനം കേൾക്കാൻ വേണ്ടി സൗന്ദര്യമുള്ള യൗവന തലമുറ ബോധം കെട്ട് വീഴാൻ തുടങ്ങുകയാണ്. और वचन सुनने की चाहत रखते हुए सुंदर कुमारियां और जवान पुरुष प्यास के मारे मुरझाएंगे, ऐसे दिन आने वाले हैं। അവർക്ക് ആദർശങ്ങൾ വേണ്ട, അവർക്ക് ആശയങ്ങൾ വേണ്ട, അവർക്ക് മറ്റൊന്നും വേണ്ട, കർത്താവിന്റെ ജീവന്റെ വചനം വേണം. അതിനുവേണ്ടി കൊതിക്കുന്ന ഒരു തലമുറയെ ദൈവം ലോകവ്യാപകമായി എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. और एक ऐसी पीढ़ी जो और किसी बात के पीछे नहीं, उन्हें वचन चाहिए, वचन के प्यास रखने वाली एक पीढ़ी को परमेश्वर इन दिनों में खड़ा करने जा रहा है। അതുകൊണ്ട് വചനത്തിലേക്ക് ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. और प्रियो, इसलिए प्रभु हमें वचन की गहराइयों में इन दिनों में लिए चल रहा है। ദൈവവചനത്തിന്റെ ചുരുളുകൾ കർത്താവ് നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. परमेश्वर के वचन के भेदों का प्रकाशन परमेश्वर इन दिनों में मुझे और आपको प्रदान कर रहा है। അതൊരു വചനത്തിന്റെ റിവൈവൽ ആണ്. वह वचन की एक जागृति है। ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, എൻഡ് ടൈം റിവൈവൽ, അതൊരു വർഷിപ്പ് റിവൈവൽ ആണ്.
और आमोस नबी की पुस्तक 9वां अध्याय उसके 11वें और 12वें पद में हम देख सकते हैं अंत के समय की जागृति आराधना की एक जागृति होगी। അന്നാളിൽ ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തും. उस समय में दाऊद की गिरी हुई झोपड़ी को खड़ा करूंगा, അതിന്റെ പിളർപ്പുകളെ അടയ്ക്കും, അതിന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തെ പോലെ ഞാൻ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. और उसके बाड़े के नाकों को सुधारूंगा और उसके खंडरों को फिर बनाऊंगा, जैसा वह प्राचीन काल में था उसको वैसा ही बना दूंगा। കർത്താവിനെ ആരാധിക്കുന്ന തലമുറ എഴുന്നേറ്റ് വരുന്ന ഒരു ഉണർവ് നടക്കുന്നു. प्रभु की आराधना करने वाली एक पीढ़ी उठ खड़ी होगी, ऐसी जागृति आने जा रही है। ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. मिलकर प्रभु को धन्यवाद देना आरंभ कीजिए। ആ ആരാധന എന്ന് പറയുന്നത് ആരാധന എന്നൊരു പാട്ടല്ല ഞാൻ പറഞ്ഞത്. और वह आराधना 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 कर कर एक गीत मात्र नहीं है। എന്താണ് ആരാധനയുടെ വാക്ക്? എന്റെ നോട്ടം നീയാണ്, എന്റെ ലക്ഷ്യം നീയാണ്, എന്റെ ശക്തി നീയാണ്, എന്റെ സർവസ്വം നീയാണെന്ന് ദൈവം മുമ്പിൽ വീണ് കിടക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കാൻ പോകുകയാണ്. प्रियो, वह आराधना केवल शब्द मात्र में नहीं है, एक ऐसी पीढ़ी जो कहेगी मेरी आराधना का विषय तू है, मेरी दृष्टि में तू है, मेरे सम्मुख तू है, तुझे छोड़ मुझे कुछ और नहीं चाहिए। ऐसा प्रभु पर केंद्रित होकर पड़ी रहने वाली एक पीढ़ी इन दिनों में खड़ी होने जा रही है। എന്റെ കണ്ണിന്റെ സൗന്ദര്യം യേശുവാണ്, എന്റെ അധരത്തിന്റെ മാധുര്യം യേശുവാണ്, എന്റെ ഹൃദയത്തിന്റെ ഇരിപ്പിടം യേശുവാണ്, എന്റെ എല്ലാം യേശുവാണെന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കാൻ പോകുന്നു. ആരാധിക്കുന്ന ഒരു തലമുറ. एक ऐसी पीढ़ी इन दिनों में उठ खड़ी होने वाली है जो कहेगी मेरी आंखों की चाहत यीशु है, मेरे मुख की चाहत यीशु है, मेरे दिल की चाहत यीशु है। और यीशु केंद्रित आराधना करने वाली एक पीढ़ी इन दिनों में उठ खड़ी होने जा रही है। അത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കാണാൻ പോകുകയാണ്. और हमारी आंखों से हम देखने जा रहे हैं, അത് നമ്മുടെ ചെവികൾ കേൾക്കുവാൻ പോകുകയാണ്. हमारे कान वो बातों को सुनने जा रहे हैं। ആ ഉണർവിലേക്ക് നടക്കുവാനാണ് നിനക്ക് കാലുകളെ കർത്താവ് और തന്നിരിക്കുന്നത്. उस जागृति में कदम बढ़ाने के लिए परमेश्वर ने आपको पैर प्रदान किए हैं। വിശ്വസിച്ച് കർത്താവിന് ആരാധന കൊടുത്താട്ടെ. विश्वास करते हुए प्रभु की आराधना कीजिए। അന്ത്യകാലത്തിന്റെ ഉണർവ് സക്രിയ പ്രവാചകൻ 12 പറയുന്നത് പോലെ അത് പ്രാർത്ഥനയുടെ ഒരു റിവൈവൽ ആയിരിക്കും. और जकरिया नबी की पुस्तक उसके 12वें अध्याय में जब हम देखते हैं, जैसे जकरिया नबी ने कहा 12 के 10 में, प्रार्थना करने वाली, प्रार्थना की ओर हमें ले जाने वाली जागृति होने जा रही है। എന്ന് പറഞ്ഞാൽ ഹൃദയം മുഴുവൻ ദൈവത്തോട് പകരുന്ന ഒരു ജനത എഴുന്നേൽക്കാൻ പോകുകയാണ്. एक ऐसी पीढ़ी जो अपना हृदय पूरी रीति से प्रभु के सामने उंडेलेगी, ऐसी पीढ़ी खड़ी होने जा रही है। ചിന്തകൾ പോലും ദൈവത്തോട് സംസാരിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുന്നു. और सोच में भी प्रभु से बातचीत करने वाली एक पीढ़ी। നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. यदि आप विश्वास करते हैं, आप आमीन बोल सकते हैं। യേശുവേ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, യേശുവേ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ചിന്തകൾ പോലും കർത്താവുമായിട്ട് പകരുന്ന ഒരു തലമുറ എഴുന്നേൽക്കുന്നു. एक ऐसी पीढ़ी जो अपने चिंताओं को, मन के विचारों को यीशु के सम्मुख खुलकर अंगीकार करेगी, उंडेलेगी, ऐसी एक पीढ़ी खड़ी होने जा रही है। ആമേൻ. വചനം കേട്ട് 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 ജീവിതത്തിന്റെ തെറ്റുകളെ ഏറ്റുപറയുന്ന, കുറവുകളെ ഏറ്റുപറയുന്ന ഒരു തലമുറയല്ല. ചിന്തയിൽ പോലും എന്തെങ്കിലും തോന്നുമ്പോൾ ചിന്തകൾ പോലും പ്രാർത്ഥനയാക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നു. वचन को सुन सुनकर यदि कोई गलती होती है उसका अंगीकार करने वाली पीढ़ी मात्र नहीं, लेकिन मन के विचारों में भी कहीं कुछ गलत विचार आ जाता है, उस विचार को भी प्रभु के सम्मुख अंगीकार करके क्षमा मांगकर आगे बढ़ने वाली एक पीढ़ी। അധികാല ഉണർവ് അതൊരു ലവ് റിവൈവൽ ആയിരിക്കും. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഉണർവ് വ്യാപരിക്കാൻ പോകുകയാണ്. और अंत की जागृति प्रेम की जागृति होगी, प्रभु को प्रेम करने वाले उठ खड़े होंगे। ഒരു 10-15 വർഷത്തിന് മുമ്പ് കർത്താവ് ഈ ദൂതനെ തൊട്ടതാണ്. और 10-15 साल पहले यह संदेश ने मुझे स्पर्श किया। ആമേൻ. ഒരു സ്ത്രീയുടെ മാർവിൽ ഒരു കുഞ്ഞിരിക്കുന്നത് പോലെയും ഒരു പുരുഷന്റെ അരയിൽ ഒരു അരക്കച്ച ചേർന്നിരിക്കുന്നത് പോലെയും കർത്താവുമായി പിരിയാത്ത ബന്ധമുള്ള ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. एक माँ की गोद में जिस रीति से एक बच्चा होता है, एक पुरुष की कमर में जिस रीति से बेल्ट होता है, ठीक इसी प्रकार से करीबी संबंध के अंदर एक निकटता में रहने वाली एक पीढ़ी को पवित्र आत्मा इंद्रों में खड़ा करने जा रहा है।
ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ആര് എന്ന് ഉറച്ചു പറയുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. मसीह के प्रेम से मुझे कौन अलग कर सकता है, ऐसी घोषणा करने वाली एक पीढ़ी. ഒന്നിനും യേശുവിൽ നിന്ന് മാറാൻ കഴിയാതെ വണ്ണം സ്നേഹത്തിന്റെ ചങ്ങലയാൽ ബന്ധിക്കുന്ന ഒരു തലമുറ ലോകവ്യാപകമായി എഴുന്നേൽക്കാൻ പോകുകയാണ്. मसीह के प्रेम से कोई भी बात, कोई भी परिस्थिति मुझे अलग नहीं कर सकती, ऐसे कहने वाली और बनी रहने वाली एक पीढ़ी विश्वव्यापी स्तर पर इन दिनों में उठ खड़ी होने वाली. അവരുടെ കയ്യിൽ ഒരു കൊടി ഉണ്ടായിരിക്കും, അത് സ്നേഹത്തിന്റെ കൊടിയായിരിക്കും. അവരെ ബന്ധിച്ചിരിക്കുന്ന ഒരു ചങ്ങല ഉണ്ടായിരിക്കും, അത് സ്നേഹത്തിന്റെ ചങ്ങല ായിരിക്കും. അവരുടെ അതരത്തിൽ ഒരു പാട്ടുണ്ടായിരിക്കും, അത് സ്നേഹത്തിന്റെ പാട്ടായിരിക്കും. സ്നേഹിക്കുന്ന ഒരു തലമുറ യേശുവിന് വേണ്ടി എഴുന്നേറ്റ് വരുന്നു. उनके हाथ में एक झंडा होगा, वह प्रेम का झंडा होगा. उनका शरीर बंधा हुआ होगा और वह प्रेम से बंधा हुआ होगा, और प्रेम से बंधी हुई, प्रेम में चलने वाली एक पीढ़ी जो यीशु से प्रेम करेगी, ऐसी पीढ़ी खड़ी होने जा रही. ഈ ഉണർവിനെ ആര് നയിക്കും? इस जागृति को कौन अगुवाई करेगा? ഈ ഉണർവിനെ ആർക്ക് കൊണ്ടുവരാൻ കഴിയും? कौन इस जागृति को लेकर आ सकता है? ഈ നിയോഗത്തെ ആർക്ക് വെളിപ്പെടുത്താൻ കഴിയും? और इस नियुक्ति को कौन प्रकट कर पाएगा? അതിനൊരു തലമുറ ആവശ്യമാണ്. उसके लिए एक पीढ़ी की जरूरत है. ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. मिलकर प्रभु को धन्यवाद देना आरंभ कीजिए. ദൈവം തന്റെ പദ്ധതിയിലേക്ക് ജനത്തെ തിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒരു കൂട്ടം തലമുറ അവരെ നയിക്കാൻ ഒരു കൂട്ടമുണ്ട്. और परमेश्वर जब अपनी प्रजा को अपनी ओर मोड़ता है, तब उनकी अगुवाई करने के लिए प्रभु एक समूह को नियुक्त करता है. ദൈവം ആദിയിൽ ഏദനിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ अदन की वाटिका में जब परमेश्वर ने मनुष्य को रचा, അവൻ എല്ലാ അധികാരവും കൊടുക്കുകയല്ലേ? उसे सारा अधिकार वहां दिया गया. അവൻ 1:28 എല്ലാ അധികാരവും അവന് കൊടുക്കുകയാണ്, സകലത്തിന്റെ മേലും അധിപതിയാക്കുകയാണ്. और उत्पत्ति 1:28 के अंदर हम देखते हैं सारी बातों का अधिकार उसे दिया और सब बातों पर अधिकारी उसे बनाए. എന്നാൽ പാപം ഈ അധികാരത്തെ തകർത്തു. लेकिन पाप के कारण उसने उस अधिकार को खो दिया. പാപം തകർത്തത് അധികാരത്തെ മാത്രമാണോ? पाप ने क्या केवल अधिकार का नुकसान पहुंचाया? ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ വംശപാരമ്പര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അതിന്റെ അവസാനമായി പറഞ്ഞു നിർത്തുന്ന വാക്കുണ്ട്, ആദാം ദൈവത്തിന്റെ മകൻ. और लूका रचित सुसमाचार 3 अध्याय में आप देखिए 23 से 38 तक यीशु की जो वंशावली है, उस सूची को यदि आप देखोगे तो 38वें पद में हम देखते हैं आदम वह परमेश्वर का पुत्र था, ऐसा वहां लिखा है. നിങ്ങൾ ആ വചനം കേട്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. और मैं समझता हूं कि आपने उस वचन को सुना. लूका 3 उसका 38. അവിടെ പറയുന്നത് കായീൻ ഏനാശിനെ മകൻ, ഏനാശ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. और वहां लिखा है कि और वह एनोश का, और वह शेत का, और वह आदम का, और वह परमेश्वर का पुत्र था. അപ്പോൾ പാപം തകർത്തത് അധികാരത്തെ മാത്രമല്ല, ഒരു റിലേഷനെയാണ് തകർത്തത്. प्रियो, पाप ने न केवल एक अधिकार का हनन किया, लेकिन एक जो संबंध था पिता और पुत्र का, उस संबंध को भी विच्छेद कर दिया, उसमें दरार ले आया. ദൈവം ഈ കൊടുത്ത അധികാരം മുഴുവൻ ആർക്കാണ് പ്രിയപ്പെട്ടവരെ? और परमेश्वर ने ये पूरा अधिकार किसे दिया था? ഈ ആകാശത്തെയും ഈ ഭൂമിയെയും ഇവിടെയുള്ള സകലത്തെയും കൊടുത്തത് ആർക്കാണ് ദൈവമക്കളെ? और ये आकाश और ये पृथ्वी और ये सारे जीव जंतु, सारी बातें किसको प्रभु ने दी थी? ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ശില്പത്തിനാണോ കൊടുത്തത്? क्या एक मिट्टी से बनाए हुए एक आकृति को उसने दिया? കൊടുത്തത് മകനാണ് കൊടുത്തത് കേട്ടോ. प्रियो, पुत्र को दिया उसने ये सब बातें. നിങ്ങളൊന്ന് വിശ്വസിച്ചേരാ, അധികാരം മുഴുവൻ കൊടുത്തത് പുത്രനാണ്. आज रात विश्वास कीजिए, ये पूरा अधिकार पुत्र को उसने दिया. ഏദനിൽ നഷ്ടപ്പെട്ടത് ഏറ്റവും വലുതൊരു അധികാരമല്ല, റിലേഷനാണ്. अदन में जो मनुष्य जाति ने खोया अधिकार नहीं प्रिय हो, लेकिन उससे बढ़कर था पुत्रत्व जो उसने खो दिया. ചേർന്ന് കരം ഉയർത്തി ഒരു ആമേൻ പറ. മകനാണ് അധികാരം കൊടുത്തത്. और मिलकर अपने हाथों को उठाकर बोलिए, पुत्र को अधिकार दिया गया, पुत्र को अधिकार दिया गया. എല്ലാം ചെയ്യാനുള്ള അധികാരം മകന് കൊടുത്തിരിക്കുന്നു. सब बातों को करने का अधिकार पुत्र को दिया है. നിങ്ങൾ വിശ്വസിച്ചൊരു ആമേൻ പറഞ്ഞു. എല്ലാം विश्वास करके आमीन बोलिए आज रात.
മകനാണ് കൊടുത്തിരിക്കുന്നത്. पुत्र को दिया है ആമേൻ. അത് തകർന്നു പോയ ഒരു ചരിത്രമാണ് വീണ്ടും നമ്മൾ കണ്ടുവരുന്നത്. और उसका नुकसान हुआ हो एक इतिहास को हम वहां पर देख पाते हैं. ദൈവം ഒരു മനുഷ്യനെ വിളിച്ചിരിക്കുന്നു. അവന്റെ പേര് അബ്രഹാം എന്നാണ്. परमेश्वर ने एक व्यक्ति को बुलाया, उसका नाम अब्राहम. അവനെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? उसे क्यों बुलाया? ഒറ്റ നിയോഗത്തിനാണ്. അപ്പനാകാൻ വിളിച്ചിരിക്കുന്നു. पिता बनने के लिए उसे बुलाया. അബ്രഹാമിനെ ദൈവം വിളിച്ചത് അപ്പനാകാൻ വേണ്ടിയാണ്. परमेश्वर ने अब्राहम को पिता बनने के लिए बुलाया. അപ്പൻ ആമേൻ. ഈ അബ്രഹാം പ്രവാചകനായിരുന്നു. ഈ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. ഈ അബ്രഹാം ആമേൻ ഒത്തിരി ദൈവപ്രവൃത്തികൾ ചെയ്ത മനുഷ്യനാണ്. अब्राहम प्रभु से प्रेम करने वाला था, एक भविष्यद्वक्ता था, बहुत सारे कार्यों का अब्राहम ने किया. പക്ഷെ അവനെ വിളിച്ചത് അപ്പനാകാൻ വേണ്ടിയാണ്. लेकिन उसकी प्राथमिक बुलाहट पिता बनने के लिए थी. ദൈവം നിങ്ങളെ എന്തിനു വിളിച്ചോ അതിൽ തുടരുക. അതിനകത്ത് എല്ലാ കൃപാവരങ്ങളും ഓപ്പറേറ്റ് ചെയ്യപ്പെടും. परमेश्वर ने जिस कार्य के लिए आपको बुलाया है प्रियो, उस बुलाहट में बने रहे. उस बुलाहट में जब आप बने रहेंगे, बने रहने के कारण सारे वरदान वहां पर स्वतः क्रियाशील हो जाएंगे. അബ്രഹാമിലൂടെ ദൈവം ആഗ്രഹിച്ചത് അപ്പനാകുക, ഒരു തലമുറയെ ജനിപ്പിക്കുക. अब्राहम के द्वारा प्रभु ने चाहा कि वह पिता बने और एक पीढ़ी को जन्म दे. ആ തലമുറയെ നയിക്കാൻ വേണ്ടി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആമേൻ ഒരു മോശയെ എഴുന്നേൽപ്പിച്ചു, ഒരു ജോഷുവയെ എഴുന്നേൽപ്പിച്ചു. और उस पीढ़ी की अगुवाई करने के लिए समयों के बाद में परमेश्वर ने मूसा को खड़ा किया, यहोशू को खड़ा किया. അവരെ എന്തിനാണ് വിളിച്ചത്? ആമേൻ. പ്രവചിക്കാൻ വേണ്ടിയല്ല, ലീഡറാകാൻ വിളിച്ചിരിക്കുകയാണ്. उन्हें क्यों बुलाया? नबूवत करने के लिए ही मात्र नहीं, लेकिन अगुवाई करने के लिए. ആമേൻ. അബ്രഹാമിന്റെ വിളി അപ്പനാകാനാണെങ്കിൽ ആമേൻ മോശയുടെ വിളി ലീഡറാകാൻ വേണ്ടിയാണ്. अब्राहम की बुलाहट पिता बनने की बुलाहट थी, मूसा की बुलाहट लोगों की अगुवाई करने की बुलाहट. എന്നാൽ മോശയെ പോലൊരു പ്രവാചകനില്ലായിരുന്നു. मूसा के समान और कोई भविष्यद्वक्ता नहीं था. മോശയെ പോലൊരു പാസ്റ്റർ ഇല്ലായിരുന്നു. मूसा के तुल्य एक पासवान दूसरा नहीं था. മോശ ചെയ്ത പോലെ ഒരു ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്നവരില്ലായിരുന്നു. मूसा के तुल्य चंगाई की सेवकाई करने वाला दूसरा नहीं था. എന്നാൽ ദൈവം അദ്ദേഹത്തെ വിളിച്ചത് ലീഡറാകാൻ വേണ്ടിയാണ്. लेकिन परमेश्वर ने मूसा को बुलाया एक प्रजा की अगुवाई करने के लिए. ദൈവം നിങ്ങളെ എന്തിനു വിളിച്ചോ അതിൽ നിൽക്കുക, എല്ലാം വെളിപ്പെട്ടു വരും. परमेश्वर ने जिस बुलाहट में आपको बुलाया है प्रियो, उस बुलाहट में बने रहिए, बाकी सारी बातें स्वतः वहां पर क्रियाशील हो जाएगी. വീണ്ടും ജനത്തെ നയിക്കാൻ ദൈവം അവർക്ക് ശേഷം മറ്റു ചിലരെ എഴുന്നേൽപ്പിച്ചു, ന്യായാധിപന്മാർ. और उसके बाद में प्रभु ने न्यायियों को खड़ा किया उन लोगों की अगुवाई करने के लिए. ന്യായാധിപന്മാരിൽ ഏറ്റവും അവസാനത്തെ മനുഷ്യൻ ശമൂവേൽ. നിങ്ങൾക്കറിയാം അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രസിദ്ധമായ വാക്ക് ദാൻ മുതൽ ബേർശേവ വരെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. और हम देखते हैं आखिरी न्यायी के रूप में परमेश्वर ने शमूएल को खड़ा किया. और शमूएल के बारे में इस प्रकार से लिखा गया, दान से लेकर बर्शेबा तक वो परमेश्वर के लिए विश्वासयोग्यता के साथ में बना रहा. പക്ഷെ അദ്ദേഹത്തെ ദൈവം വിളിച്ചത് ഒരു ന്യായാധിപനായിട്ടാണ്. लेकिन परमेश्वर ने उसे एक न्यायी बनने के लिए बुलाया था. പക്ഷെ അദ്ദേഹം പ്രവാചകനായിരുന്നു. लेकिन वह यहोवा का नबी कहलाया. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ആ വിളിയിൽ തുടരുക. അതിനകത്ത് എല്ലാ കൃപാവരങ്ങളും അവൻ തുറന്നു വരും. परमेश्वर ने जिस बुलाहट के साथ में आपको बुलाया है, उस बुलाहट में बने रहिए. बने रहने के द्वारा बाकी सारी बातें, सारे वरदान वहां प्रकट हो जाएंगे. ഈ ജനത്തെ നയിക്കുവാൻ വീണ്ടും ദൈവം എഴുന്നേൽപ്പിക്കുന്നത് ശൗൽ, ദാവീദ്, ശലോമോൻ എന്ന രാജാക്കന്മാരെയാണ്. और हम देखते हैं पुनः आगे हम देखते हैं शाऊल को, दाऊद को, सुलेमान को प्रभु ने खड़ा किया. പക്ഷെ അവർ രാജാക്കന്മാരായിരുന്നെങ്കിലും അവർ പ്രവചിച്ചിരുന്നു. वे राजा लोग बनने के लिए बुलाए गए थे, लेकिन उन्होंने नबूवत की. പക്ഷെ അവരുടെ വിളി രാജാവാകാൻ വേണ്ടിയായിരുന്നു. लेकिन उनकी बुलाहट राजा बनने के लिए थी. ദൈവം നിങ്ങൾ എന്തിനു വിളിച്ചോ അവിടെ തുടരുക. എല്ലാ കൃപാവരങ്ങളും ഓപ്പറേറ്റ് ചെയ്യും. परमेश्वर ने जिस कार्य के लिए आपको बुलाया है वहीं पर बने रहिए, बाकी बातें स्वतः होती रहेगी. ഞാൻ ഈ വാക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എനിക്കിതില്ല എന്ന് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങളുടെ വിളിയിൽ എല്ലാം ഉണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കാനാണ് ഈ വാക്ക് और പറയുന്നത്. बार बार इन पदों को मैं क्यों दोहरा रहा हूं? हम कई बार चिंतित होते, व्याकुल होते, मेरे पास में ये नहीं, मेरे पास में वो नहीं. लेकिन आज रात पवित्र आत्मा कह रहा है, आपकी बुलाहट को पहचानो,
करो, उस बुलाहट में बने रहो, बने रहने के द्वारा सारे वरदान क्रियाशील हो जाएंगे। എന്നിലുള്ള കൃപാവരം വളരെ ചെറുതാണ്, ആ മനുഷ്യന്റെ ഉള്ളത് വളരെ വലുതാണ് എന്ന് പറഞ്ഞ് നീ ഇടിഞ്ഞിരിക്കാൻ വേണ്ടിയല്ല, നീ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും നേരിടുവാനുള്ള അഭിഷേകം, അധികാരം, അവൻ ദൈവശബ്ദം നിന്റെ വിളിയിൽ കർത്താവ് വെച്ചിരിക്കുന്നു. मेरे अंदर वरदान कम है, दूसरे में वरदान ज्यादा है, ऐसे बैठकर निराशा में रहने के लिए नहीं, लेकिन प्रियो आपको प्रभु ने जहां पर रखा है, जिन चुनौतियों का आप सामना कर रहे हैं, उन चुनौतियों पर जय पाने के लिए जो वरदान चाहिए वो परमेश्वर ने उस बुलाहट में आपके भीतर रखे हैं। उस बात को समझकर उठ खड़े होइए। നിന്റെ വിളിയിൽ എല്ലാം ദൈവം വെച്ചിരിക്കുന്നു. आपकी बुलाहट में सब बातें प्रभु ने रखी है। ഈ രാജാക്കന്മാരുടെ പുസ്തകം ഒരു പകുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് രാജാക്കന്മാരെ അല്ല, ആ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏലിയാവിനെയും ഏലീശയുമാണ്. കാരണം രാജാക്കന്മാരൊക്കെ സ്റ്റാമ്പിന് അവിടെ ഇരിക്കുകയാണ്, കർത്താവിന്റെ അധികാരം മാറി അത് പ്രവാചകരിലേക്ക് മാറിയിരിക്കുകയാണ്. और राजाओं की पुस्तक में जब हम आगे विचरण करते हैं, राजाओं से बढ़कर एलिया और एलीशा के बारे में उल्लेखों को हम पाते हैं। क्यों हो रहा है? क्योंकि राजा केवल नाम मात्र के लिए रह गए और परमेश्वर अपनी योजनाओं को अपने नबियों के द्वारा वहां पर प्रकट करने लगा। ഓരോ കാലഘട്ടത്തിലും ഉണർവിന് വേണ്ടി, ദൈവഭക്തതയ്ക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചു നിർത്തും. അതാണ് ഞാൻ ഈ ചരിത്രത്തിലൂടെ നിങ്ങളെ ഓർപ്പിക്കാൻ തുടങ്ങുന്നത്. और इस इतिहास के द्वारा आज रात को मैं आपको याद दिलाना चाहता हूं, हर पीढ़ी में परमेश्वर अपनी जागृति के लिए किसी न किसी को खड़ा करेगा, किसी न किसी को वो इस्तेमाल में लेगा। ഏതൊക്കെയോ രാജാക്കന്മാർ അപ്പോഴൊക്കെ ജീവിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ അവിടെ വായിക്കുന്നൊന്നും ഈ രാജാക്കന്മാരുടെ ചരിത്രം നോക്കാനല്ല, ഏലീശയെക്കുറിച്ചും ഏലിയാവിനെ കുറിച്ചും അറിയാൻ വേണ്ടിയാണ്. കാരണം ആമേൻ, കർത്താവ് നിയോഗം അടുത്ത ഒരു കൂട്ടത്തിന്റെ മേൽ കൊടുത്തിരിക്കുകയാണ്. और बहुत तेरे राजा लोग वहां पर हुए, लेकिन हमें उनकी परवाह नहीं। हम एलिया की बात कर रहे हैं, एलीशा की बात कर रहे हैं, हम उनकी बात कर रहे हैं जिनके ऊपर उस पीढ़ी में परमेश्वर की बुलाहट निर्णायक रीति से प्रकट हुई और उनके द्वारा प्रभु का कार्य प्रभु ने आगे बढ़ाया। हम उनकी ओर हम देख रहे हैं। ആമേൻ. ഏലിയാവ് മുതൽ മലാഖി വരെയുള്ള കാലഘട്ടം അതൊരു പ്രൊഫറ്റിക്കൽ റിലമാണ്. പ്രവാചകന്മാരാണ് കൺട്രോൾ, പ്രവാചകന്മാരാണ് നയിക്കുന്നത്. പ്രവാചകന്മാരുടെ കയ്യിൽ കർത്താവ് നിയോഗത്തിന്റെ ആമേൻ നിയോഗം കൈമാറിയിരിക്കുകയാണ്. और एलिया से लेकर मलाकी तक का जो युग है वह भविष्यद्वक्ताओं के द्वारा, नबियों के द्वारा आगे बढ़ाया गया। मानो उस युग की बागडोर परमेश्वर ने नबियों के हाथ में दे दी। എന്നാൽ മലാഖിക്ക് ശേഷമുള്ള ചരിത്രം രാജാക്കന്മാരുടെ ചരിത്രമല്ല, അത് ആമേൻ പ്രവാചകന്മാരുടെ ചരിത്രമല്ല, അത് ആമേൻ ലീഡേഴ്സിന്റെ ചരിത്രമല്ല. അടുത്തൊരാൾ ഇറങ്ങി വന്നിരിക്കുന്നു, അത് വേറെ ആരുമല്ല, പുത്രൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. लेकिन प्रिय, मलाकी के बाद में नबियों का समय नहीं रहा, अगुओं का समय नहीं रहा, भविष्यद्वक्ताओं का समय नहीं रहा, राजाओं का समय नहीं रहा, लेकिन कोई वहां पर उतर आया। कौन उतर आया? पुत्र उतर आया। ഓ ചേർന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. मिलकर अपने हाथों को उठाकर प्रभु को धन्यवाद दीजिए। എല്ലാ കാലഘട്ടവും മാറി പുത്രന്റെ കാലം വന്നിരിക്കുന്നു. सारा युग बीत गया, पुत्र का युग प्रकट हो गया है। ഓ ചേർന്ന് കർത്താവിന് ആരാധന കൊടുത്താട്ടെ. मिलकर प्रभु की आराधना करें। പൈശാചിക മണ്ഡലം കേൾക്കാത്തൊരു വാക്കാണ് കേട്ടു തുടങ്ങുന്നത്. और अंधकार के आयाम ने जो अभी तक नहीं सुना था, ऐसी आकाशवाणियां वहां पर होने लगी। പിശാച് പ്രവാചകന്മാരെ കേട്ടിട്ടുണ്ട്, പിശാച് അവൻ വിശുദ്ധന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പിശാച് നീതിമാന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പിശാച് വിശുദ്ധന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ പുത്രനെ കുറിച്ച് കേട്ടിട്ടില്ല. और अंधकार की ताकतों ने नबियों के बारे में सुना है, राजाओं के बारे में सुना है, धर्मी लोगों के बारे में सुना है, पवित्र लोगों के बारे में सुना है, लेकिन एक ऐसी आकाशवाणी जो उसने नहीं सुनी, वह थी पुत्रत्व की आकाशवाणी। ഓ ഞാൻ ഈ വാക്ക് പറയുന്നത് നിങ്ങൾ കേട്ടോ, പിശാചിനെ ആമേൻ അടിമുടി വിറപ്പിച്ച ശബ്ദമാണ് ദൈവപുത്രൻ, ദൈവപുത്രൻ, ദൈവപുത്രൻ. और आज रात आप ध्यान से मुझे सुनिए, शैतान की गढ़ों को हिला देने वाला प्रकाशन था, यह परमेश्वर का पुत्र है, यह परमेश्वर का पुत्र है, यह परमेश्वर का पुत्र है।
ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, പിശാചിന് പേടി പ്രവാചകനെയല്ല, ഭക്തനെയല്ല, നീതിമാനെയല്ല, വിശുദ്ധനെയല്ല, പുത്രനെയാണ്. और आज रात मैं इस बात को पुनः दोहराना चाहूंगा, शैतान नबी से नहीं डर रहा, शैतान धर्मी से नहीं डर रहा, शैतान पवित्र व्यक्ति से भी नहीं डर रहा, शैतान राजाओं से भी नहीं डर रहा, लेकिन शैतान डरता है जिसके ऊपर पुत्रत्व का प्रकाशन है, उससे शत्रु डरता है. യേശുവിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ വെളിപ്പാട് അവനൊരു പ്രവാചകനാണെന്നല്ല, അവൻ ദൈവത്തിന്റെ പുത്രനായ ഏകജാതനാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. और यीशु मसीह के बारे में सबसे महत्वपूर्ण प्रकाशन जो आपको जानना जरूरी है, वो भविष्य देखता है वह नहीं, लेकिन वह परमेश्वर का पुत्र है. यह प्रकाशन जानना जरूरी है. യേശുവിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട വെളിപ്പാടും നിങ്ങളെ കുറിച്ച് അറിയേണ്ട വെളിപ്പാടും ഇത് തന്നെയാണ്. യേശുവിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയ വെളിപ്പാട് അവൻ ദൈവത്തിന്റെ പുത്രനാണ്. നിങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയ വെളിപ്പാട് നിങ്ങൾ ദൈവത്തിന്റെ മകനാണ്. और यीशु के बारे में और आपके अपने बारे में जो प्रकाशन आपको जानना जरूरी है, वह यह है कि यीशु परमेश्वर का पुत्र है और उसी प्रकार आप भी परमेश्वर के पुत्र हो. इस प्रकाशन को जानना मेरे लिए और आपके लिए अनिवार्य है. യേശുവിനെ പോലെ തന്നെ നിങ്ങൾ അവന്റെ പുത്രനാണ് എന്ന് അറിയുമ്പോൾ നിങ്ങളുടെ തല ഉയരുകയാണ്, നിങ്ങളുടെ അധികാരം എഴുന്നേൽക്കുകയാണ്, നിങ്ങളുടെ അകത്ത് ഒരു യാചനയല്ല, ഒരു ഗർജനമുണ്ടാകുകയാണ്. और प्रियो, जब मैं और आप इस बात को समझ जाते हैं, यीशु के समान हमारे अंदर भी एक पुत्रत्व प्रभु ने दिया है. जब हम उस प्रकाशन को पाते हैं, हमारा सिर हम ऊंचा उठाते हैं, हमारे अंदर से एक अधिकार का स्तर प्रकट होता है, और उसके बाद में विनती और निवेदन नहीं, लेकिन एक गर्जना का अधिकार पूर्ण शब्द हमारे मुख से निकलना आरंभ होता है. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. अपने हाथों को उठा के प्रभु को धन्यवाद देना आरंभ कीजिए. യേശു ഈ ഭൂമിയിൽ വന്ന അവൻ ക്രൂശിൽ തറയ്ക്കാനുള്ള ഏക കാരണം ഇതാണ്. പലതും പറഞ്ഞിട്ടൊത്തില്ല, പക്ഷെ അവസാനം പറഞ്ഞു നിർത്തിയതാണ്, അവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞു. और हम देखते हैं यीशु मसीह को जब क्रूस पर चढ़ाया गया, कई आरोप प्रत्यारोप लगाए गए, लेकिन अंत में जो आरोप उन लोगों ने लगाया कि इसने कहा कि यह परमेश्वर का पुत्र है. യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശ് മരണത്തിന് ശേഷം 12 ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ എഴുന്നേൽപ്പിച്ച് മറ്റൊരു മൂവ് നടക്കുകയാണ്. അത് അപ്പോസ്തലിക മൂവാണ്. और हम देखते हैं यीशु मसीह के मृत्यु और पुनरुत्थान के बाद में 12 प्रेरितों को प्रभु ने वहां पर खड़ा किया, और एक प्रेरितीय चलन, एक प्रेरितीय कार्य प्रणाली को परमेश्वर ने वहां पर आरंभ किया. അപ്പോസ്തലിക മൂവിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പോകുവിൻ, പോയി എല്ലാവരോടും സുവിശേഷം പറയുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, സകലരെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. അതാണ് അപ്പോസ്തലിക മൂവിൽ നടന്നത്. और उस प्रेरितीय चलन के अंदर क्या हुआ? उस प्रेरितीय चलन के अंदर जो उन्हें कार्य योजना दी गई, वह था जाने के लिए, वचन सिखाने के लिए, बपतिस्मा देने के लिए, और प्रभु के नाम को जगत के अंत तक पहुंचाने के लिए उस प्रेरितीय कार्य योजना में प्रभु ने सौंपा. ചേർന്ന് കർത്താവിന് ആരാധന കൊടുത്താട്ടെ. मिलकर प्रभु की आराधना करें. നിങ്ങൾ പോകുക, സകല സൃഷ്ടികളോടും സുവിശേഷം പറയുക, മരിച്ചവരെ ഉയർപ്പിക്കുക, സ്തോത്രം, രോഗികളെ സൗഖ്യമാക്കുക, അതിൽ അതിപ്രധാനമായ വാക്ക് സകലരെയും ശിഷ്യരാക്കുക. और तुम्हें जाना है, वचन का प्रचार करना है, बीमारों को चंगा करना है, दुष्ट आत्माओं को निकालना है. और वहां पर एक महत्वपूर्ण बात जो कही गई है, तुम्हें जाना है और सबको चेला बनाना है. ആമേൻ. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ഈ അപ്പോസ്തലിക മൂവ് ലോകവ്യാപകമായി നടന്നിരിക്കുന്നു. और पिछले 2000 साल से यह प्रेरितीय चलन विश्वव्यापी स्तर में प्रकट हो रहा है. ശിഷ്യന്മാരെ ഉണ്ടാക്കുക. चेलों को बनाना है. അപ്പോൾ ആരാണ് ഈ ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ? സ്തോത്രം, ആരുടെ ശിഷ്യന്മാർ? യേശുവിന്റെ ശിഷ്യന്മാർ. और चेला बनाना है, उसका अर्थ क्या है? किसका चेला बनाना है? यीशु मसीह का चेला बनाना है. അപ്പോൾ ശിഷ്യന്റെ പ്രത്യേകത എന്താ? ഗുരുവിനെ പോലെ. और चेले की खासियत क्या है? शिष्य की खासियत क्या है? गुरु के समान. അപ്പോസ്തലന്മാരുടെ ദൗത്യം അതായിരുന്നു, യേശുവിനെ പോലൊരു തലമുറ എഴുന്നേൽപ്പിക്കുക.
और प्रेरितों का कार्य योजना यही थी, यीशु के समान, यीशु के तुल्य, उसकी सादृश्य एक पीढ़ी को तैयार करना। നിങ്ങൾ വിശ്വസിച്ച് കർത്താവിന് നന്ദി പറയാൻ പറ്റുമോ? विश्वास करते प्रभु को धन्यवाद दे सकते हो क्या? യേശുവിനെ പോലെയുള്ള തലമുറയെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചതാണ് അപ്പോസ്തലർ. और यीशु के समान एक पीढ़ी को खड़ा करने के लिए परमेश्वर ने प्रेरितों को नियुक्ति दिया। പുത്രനെ പോലെ അനേക പുത്രന്മാരെ ഉണ്ടാക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച മൂവാണ് അപ്പോസ്തലിക മൂവ്. और पुत्र के समान अनेक पुत्रों को जन्म देने के लिए परमेश्वर ने जो चलन किया वह था प्रेरितीय चलन। ആ മൂവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. और वह चलन आज भी वर्तमान में सक्रिय है। എന്നാൽ അതിന്റെ എൻഡ് ടൈമിലേക്ക്, അതിന്റെ ലാസ്റ്റ് സെക്കൻഡിലേക്ക് വന്നിരിക്കുന്നു. लेकिन प्रियो, उस चलन के आखिरी पल में, आखिरी घड़ी में मैं और आप पहुंचे हैं। അതിന്റെ അവസാന സമയത്ത് കർത്താവിന്റെ അടുത്ത മൂവിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ആരെയാണ്? और उस आखिरी पल के अंदर, उस आखिरी चलन में परमेश्वर किसको खड़ा करने जा रहा है? യേശുവിനെ പോലെ ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിച്ചില്ലേ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പുത്രന്മാർ എഴുന്നേറ്റില്ലേ? അടുത്ത റിവൈവൽ അത് മക്കളുടെ റിവൈവലാണ്, അത് പുത്രന്മാരുടെ റിവൈവലാണ്. और यीशु के तुल्य सदृशता में एक पीढ़ी खड़ी हो चुकी है। और प्रियो, यह जो जागृति है, पुत्रत्व के प्रकाशन पाए हुए पुत्रों की जागृति होने जा रही है। पुत्रत्व का प्रकाशन प्रकट होने जा रहा है। ആമേൻ. ദൈവത്തിന്റെ വചനം റോമാലേഖനം 8-ാം പറയുന്നു, ദൈവപുത്രന്മാരുടെ പ്രത്യക്ഷതയ്ക്കായി സർവ്വ സൃഷ്ടിയും ഇന്ന് ഈറ്റിനോടിരിക്കുകയാണ്. और रोमियो की पत्री उसके 8वें अध्याय में हम देखते हैं, सारी सृष्टि बाट जोह रही है परमेश्वर के पुत्रों के प्रकट होने के लिए। മക്കൾ വെളിപ്പെടാനല്ല, പുത്രൻ വെളിപ്പെടാൻ. और बालक नहीं, पुत्र प्रकट होने के लिए। അതെന്താ ഇതിന്റെ വ്യത്യാസം? ആമേൻ. മക്കൾക്ക് വേണ്ടിയാണ് അപ്പൻ, പക്ഷെ അപ്പന് വേണ്ടിയാണ് പുത്രൻ. और आप देखिए, दोनों में फर्क है। जो बच्चे, उनका पिता, बच्चे जो है वो पिता के लिए होते हैं। सॉरी, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ആമേൻ. മക്കൾക്ക് വേണ്ടിയാണ് അപ്പൻ. और आप देखिए, बच्चों के लिए पिता होता है, പിതാവിന് വേണ്ടിയാണ് പുത്രൻ. लेकिन पिता के निमित्त पुत्र खड़ा होता है। നിങ്ങൾ ചേർന്നൊരാമേൻ പറയാൻ പറ്റുമോ? आप समझकर आमीन बोल सकते हैं क्या? മകൻ എന്ന് പറയുന്നത് അവൻ എപ്പോഴും അപ്പനെ വേണം, അപ്പ എനിക്കത് വേണം, അപ്പ എനിക്കിത് വേണം, അപ്പ എനിക്കത് തരണം, അപ്പ എനിക്കിത് തരണം. ഇതാണ് മകന്റെ ആറ്റിറ്റ്യൂഡ്. और एक शिशु या एक बच्चा है, वह हर बात में एक पिता के पास में जाता है और पिता से कहता है, मुझे ये चाहिए, मुझे वो चाहिए, मुझे ये दे दो, ऐसा कहता रहता है बच्चा। എന്നാൽ പുത്രന്റെ ലക്ഷ്യം അതല്ല. അപ്പ ഞാൻ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തെ ആവിഷ്കരിക്കാനാണ് പുത്രൻ. लेकिन पुत्र क्या कहता है? पिता, तेरे निमित्त क्या करना है तू बोल, मैं करने के लिए तैयार हूं। तेरे मन के स्वप्न को पूरा करने के लिए, प्रकट करने के लिए मैं उपलब्ध हूं। यह है पुत्र का स्वभाव। ഇത് ദൈവപുത്രന്മാരുടെ സമയമാണ്. यह परमेश्वर के पुत्रों का समय है। നിങ്ങൾ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. अपने हाथों को उठा के प्रभु की स्तुति करना അതിന്റെ आरंभ അർത്ഥം कीजिए। ഇത്രയുള്ളൂ. നിന്റെ കണ്ണിൽ നോക്കി കർത്താവ് പറയുന്നു, നിന്റെ സമയമാണിത്. और उसका अर्थ केवल इतना है, आज प्रभु आपकी आंखों में देखकर कहता है, यह आपका समय है। ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ഉണർവിന്റെ കാലം മാറി കേട്ടോ. और प्रियो, एक व्यक्ति केंद्रित जागृति का समय बीत चुका है। ദൈവത്തിന്റെ മഹത്വം സകല തലമുറകളിലേക്ക് വ്യാപരിക്കുന്ന ഒരു കാലഘട്ടം. परमेश्वर अपनी महिमा को हरेक के ऊपर उंडेलने वाला समय। നിങ്ങൾ വിശ്വസിച്ച് കർത്താവിന് മക്കളെ ദൈവം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം. आप विश्वास कीजिए, परमेश्वर के पुत्रों को प्रभु इस्तेमाल में लेने जा रहा है। നിങ്ങൾ വിശ്വസിച്ച് കർത്താവിന് ആരാധന കൊടുത്താട്ടെ. आप विश्वास करते हुए प्रभु की आराधना कीजिए। അതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? ആദിയിൽ ഏദനിൽ ഒരു മകന്റെ കയ്യിലേക്ക് അധികാരം വന്നതുപോലെ ഈ എൻഡ് ടൈമിൽ ഈ അധികാരം മുഴുവൻ മക്കളിലേക്ക് വരികയാണ്. और उसका अर्थ क्या है? अदन की वाटिका में जब पुत्र के हाथ में परमेश्वर ने अधिकार को सौंपा था, इन अंत के दिनों में परमेश्वर पुनः उस अधिकार को पुत्रों के हाथ में सौंपने जा रहा है। ഒന്നിനെയും കുറച്ച് കാണിക്കുകയല്ല, പക്ഷെ നിങ്ങൾ ഈ വാക്ക് കേട്ടേ പറ്റൂ. और किसी बात को कम कर मैं आंक नहीं रहा हूं, लेकिन आप बड़े ध्यान पूर्वक इस बात को सुनिए।
കാൽവറിയിൽ തന്റെ സ്വന്തം പുത്രനെ തല്ലി തകർത്തത് കുറച്ച് പ്രവാചകന്മാർക്ക് വേണ്ടിയല്ല, കുറച്ച് രാജാക്കന്മാർക്ക് വേണ്ടിയല്ല, കുറച്ച് അപ്പോസ്തലന്മാർക്ക് വേണ്ടിയല്ല. കാൽവറിയിൽ തന്റെ പുത്രനെ തല്ലി തകർത്തത് മക്കൾക്ക് വേണ്ടിയാണ്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. और प्रियो, मैं जो बता रहा हूं आप उसे बड़े ध्यान के साथ में समझिए। क्रूस पर जब यीशु ने अपने लहू को बहाया, केवल कुछ प्रेरितों को उत्पन्न करने के लिए नहीं, केवल कुछ भविष्यद्वक्ताओं को खड़ा करने के लिए नहीं, केवल कुछ पासबानों को खड़ा करने के लिए नहीं, लेकिन प्रियो, यीशु के क्रूस पर जो उसने लहू को बहाया, वो इसलिए बहाया कि पुत्रों को वो खड़ा कर सके, पुत्र खड़े हो सके। और यीशु का जो प्रेम था वो इसीलिए प्रकट हुआ कि मैं और आप परमेश्वर के पुत्र इस पीढ़ी में कहलाए जा। നിങ്ങൾക്ക് പല വിധത്തിലുള്ള അധികാരങ്ങളും ദൈവം നൽകിയ പദവികളും ഉണ്ടായിരിക്കാം. പക്ഷെ അതിന്റെ എല്ലാം മുകളിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ പുത്രനാണ്, യേശുവിനെ പോലെ തന്നെ. और प्रियो, कई प्रकार के अधिकार आपके पास में होंगे, कई प्रकार के पद आपके पास में होंगे, लेकिन उन सारी बातों से बढ़कर मुझे और आपको आज रात को समझना है, हमारे पास में पुत्रत्व प्रभु ने दिया है। यीशु मसीह के समान एक पुत्रत्व को लेकर चलने वाले हैं मैं और आप। യേശുവിനെ പോലെ തന്നെ, यीशु ही के समान, യേശുവിനെ പോലെ തന്നെ, यीशु मसीह के समान। നിങ്ങൾ ആവർത്തിച്ചാട്ടെ, യേശുവിനെ പോലെ തന്നെ. आप बोले यीशु मसीह के समान, യേശുവിനെ പോലെ തന്നെ നിങ്ങളായിരിക്കുന്നു. यीशु मसीह के समान आप हो, യേശുവിനെ പോലെ തന്നെ, यीशु ही के समान। ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നിങ്ങൾ प्रभु की महिमा करते रहिए। നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാണ്, आप परमेश्वर के पुत्र हो। ഒരു മകന് മാത്രമേ അപ്പന്റെ ഹൃദയമുള്ളൂ. और पुत्र के पास में परमेश्वर पिता का हृदय होता है। മകന് മാത്രമേ അപ്പന്റെ രക്തമുള്ളൂ. और पुत्र के पास में पिता का खून होता है। മകന് മാത്രമേ അപ്പന്റെ ജീവനുള്ളൂ. और पुत्र के पास में पिता का जीवन होता है। മകന് മാത്രമേ അപ്പന്റെ സ്വഭാവമുള്ളൂ. और पुत्र के पास में पिता का स्वभाव होता है। മകൻ മാത്രമേ അപ്പനോട് അവസാനം വരെ നിൽക്കത്തുള്ളൂ. और पुत्र ही पिता के साथ में आखिरी दम तक खड़ा रहेगा। അവസാനമായിട്ട് അവനെ തോട്ടത്തിലേക്ക് അയക്കാനും മകനേ ഉള്ളൂ കേട്ടോ. और अंत में उस वाटिका में भेजने के लिए भी केवल वह ही है। ഞാൻ ഇന്ന് ഈ വചനം പറഞ്ഞിരിക്കുന്നത് ദൈവം തന്റെ പുത്രന്മാരെ എഴുന്നേൽപ്പിക്കുകയാണ്. और आज रात जब मैं इस वचन की घोषणा कर रहा हूं, परमेश्वर पुत्रों को खड़ा कर रहा है। അത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. और वह और कोई नहीं प्रियो, आज जितने लोग वचन को सुन रहे हैं, आप में से हर एक को पुत्र के समान वो खड़ा कर रहा है। യേശു ചെന്ന് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതുപോലെ തന്നെ. और यीशु जब खड़ा होता है, जो कुछ होता है वैसा ही प्रकट होने के लिए। ഞാൻ ഈ ഒരൊറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. एक और बात को बोलकर मैं प्रार्थना करना चाहूंगा। യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ. यीशु जब इस संसार में था, उसने एक ही बात प्रमुख रीति से कही। സ്വയമായിട്ടൊന്നും ചെയ്തില്ല. उसने अपने आप से कुछ नहीं किया। നിങ്ങൾ ഈ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. आप इस वचन को ध्यान से सुनिए, फिर हम प्रार्थना करेंगे। ഹല്ലേലൂയ, ആമേൻ, ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. പുത്രനായാലുള്ള പ്രത്യേകത, നിങ്ങൾ പുത്രനായാലുള്ള പ്രത്യേകതയാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞു നിർത്തുന്നത്. योना रचित सुसमाचार 5वां अध्याय उसका 19वां पद मैं आपको बताना चाहूंगा। ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. और യോഹना 5:19, मैं तुमसे सच सच कहता हूं, पुत्र आपसे कुछ नहीं कर सकता, केवल वह जो पिता को करते देखता है। അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. क्योंकि जिन जिन कामों को वह करता है, उन्हें पुत्र भी उसी रीति से करता है। പുത്രന്റെ പ്രത്യേകത മറ്റൊരു ഐഡിയയിൽ അവന് പിതാവ് കാണിക്കുന്നത് മാത്രമേ അവൻ ചെയ്യത്തുള്ളൂ. पुत्र के स्वभाव की खासियत, उसका अपना कोई विचार नहीं, जो पिता दिखाता है वही बात को वो करता है। അവന് സ്വന്തമായ ഒരു ഐഡിയ ഇല്ല, സ്വന്തമായിട്ടൊരു പ്ലാൻ ഇല്ല, സ്വന്തമായിട്ടൊരു കിങ്ഡം ഇല്ല, എല്ലാം അപ്പൻ. उसका अपना कोई योजना नहीं, अपना कोई राज्य नहीं, अपनी कोई बढ़ोतरी की बात नहीं, एक ही स्वप्न
पिता का स्वप्न मुझे पूरा कर। പിതാവ് ചെയ്ത് കാണിക്കുന്നത് ഞാൻ അതുപോലെ ആവിഷ്കരിക്കുന്നു. जो कुछ पिता करके दिखाता है मैं उसको दोहराता हूँ। പിതാവിനെ ആവിഷ്കരിക്കുന്ന ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. पिता के दिल को खोजने वाली एक पीढ़ी को प्रभु खड़ा कर रहा है। നിങ്ങൾ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ യേശു ആണെന്ന് പറയുന്ന ഒരു ഉണർവ് സംഭവിക്കും. आप एक स्थान पे जब खड़े रहते हैं, आपको देखने वाला कहने पर ये यीशु खड़ा है, ऐसी जागृति प्रकट होने जा रही है। എനിക്ക് ഈ വാക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. യേശുവിനെ പോലെയല്ല യേശു. और मुझे नहीं मालूम है उसे कैसे बोलूं, यीशु के समान नहीं, लेकिन मानो यीशु खड़ा है। രാജേഷ് യേശുവിനെ പോലെ എന്നല്ല, രാജേഷ് യേശു. അത് എങ്ങനെ എനിക്ക് വ്യാഖ്യാനിക്കണം എന്നറിയില്ല. യേശുവിനെ പോലെയല്ല, അതുപോലെ. और यीशु के समान तुलना करने की बात नहीं है, मानो यीशु स्वयं खड़ा है, ऐसा एक पहचान के अंदर पवित्र आत्मा खड़ा करना चाहता। നിങ്ങൾ ഇന്ന് ഇത് വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. आज रात आप विश्वास कर रहे, ऐसा मैं समझता हूं। 5:30 വാക്യം, ആമേൻ, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് അതുപോലെ തന്നെ വിധിക്കുന്നു. और 30वें पद में लिखा है कि मैं अपने आप से कुछ नहीं कर सकता, जैसा सुनता हूं वैसा न्याय करता हूं। ഞാൻ ചെയ്യുന്നത് അപ്പന്റെ പ്രവൃത്തി, ഞാൻ പറയുന്നത് അപ്പന്റേത്. സ്തോത്രം. അടുത്തൊരു വാക്ക്, ആമേൻ. मैं वही करता हूं जो पिता को मैं करते हुए देखता हूं, मैं वही बोलता हूं जो पिता को सुनते हुए मैं पिता की बात को जो मैं सुनता हूं। 7:16 വാക്യം പറയുന്നു, യേശുവരുടെ ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതാണ്. और 7:16 यूहन्ना 7:16 में हम देखते हैं यीशु कहता है, मेरा उपदेश मेरा नहीं परंतु मेरे भेजने वाले का है। ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിച്ചു നിർത്തുന്നത്, പുത്രന്റെ പ്രത്യേകത എല്ലാം അപ്പന്റേതാണ്. और आज रात जो बात मैं आपको याद दिलाना चाहता हूं, पुत्र की खासियत सब कुछ पिता का है, उसका अपना कुछ नहीं। ദൈവത്തിന്റെ മക്കൾ എന്ന വാക്കിന്റെ അപ്പുറത്ത്, ആമേൻ, അവന്റെ പുത്രനായി നിൽക്കുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. और परमेश्वर के बालक या बच्चा बनकर रहने से आगे बढ़कर परमेश्वर के पुत्र के समान वो हमें खड़ा करना चाहता है। ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഏറ്റെടുത്ത് കർത്താവിനെ ആരാധന കൊടുത്തു. और आज रात जब इस वचन को आप सुन रहे हैं, आप उसे ग्रहण करके प्रभु की आराधना कीजिए। യേശുവിന്റെ ഒറ്റൊരു ക്വാളിറ്റി, ആ പുത്രന്റെ ഒരു ക്വാളിറ്റിയും കൂടെ ഉള്ളത്തിലേക്ക് തരട്ടെ. और पुत्र की एक और खासियत मैं आपके दिल में दूं। ഈ പുത്രന്റെ ഒരു ക്വാളിറ്റിയാണ് സമ്പൂർണമായ അനുസരണം. और पुत्र की एक खासियत यह है संपूर्ण आज्ञाकारिता। അവൻ ഇന്നലെ പിതാവിനെ അനുസരിച്ചുകൊണ്ടായിരുന്നേ. और वह पूर्व काल में पिता की आज्ञा का पालन कर रहा था। ഇന്ന് ഇപ്പോൾ അവൻ എങ്ങനെ ഇരിക്കുന്നു? और अभी वर्तमान में वह क्या कर रहा है? 110 സങ്കീർത്തനം 1-2 വാക്ക് പറയുന്നു, യഹോവയുടെ കർത്താവിനോട് അരുളി ചെയ്യുന്നു, നീ എൻ്റെ വലതു ഭാഗത്തിരിക്കുക, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപിടമാക്കാം. ഇപ്പോഴും പിതാവിന്റെ വലതു ഭാഗത്ത് അനുസരണത്തോടെ ഇരിക്കുന്നു. और भजन संहिता 110:1 में मेरे प्रभु से यहोवा की वाणी यह है, तू मेरे दाहिने हाथ बैठ, जब तक कि मैं तेरे शत्रुओं को तेरे चरणों की चौकी न कर दूं। वर्तमान में भी वह आज्ञाकारिता में बैठा है। ഞാൻ ഈ പുത്രൻ എന്ന് പറയുന്നത് യേശുവിനെ പോലെ ഒരു തലമുറ. യേശു എന്തായിരുന്ന ഈ ഭൂമിയിൽ അതുപോലത്തെ ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരാൻ പോകുകയാണ്. और जब मैं पुत्र कह रहा हूं, यीशु के समान, यीशु के तुल्य, यीशु ही के समान एक पीढ़ी उठ खड़ी होने वाली। എന്റെ ഹൃദയത്തിൽ ഉള്ള വാക്കുകളൊക്കെ പറയാൻ എനിക്കറിയില്ല. और मेरे दिल में वो बातें हैं, लेकिन वो पदों को मैं बना नहीं पा रहा। യേശു എന്താണ് ഈ ഭൂമിയിൽ? അത് यीशु जो इस संसार में है वह मैं बनना चाहता। അതാണ് എൻ്റെ റിവൈവൽ. वह है अंत की जागृति। അങ്ങനത്തെ ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തീവ്രമായി ശ്രമിക്കുന്നു. ऐसी एक पीढ़ी को खड़ा करने के लिए पिता, पुत्र, पवित्र आत्मा तीनों साथ में कार्यरत है। ആമേൻ. അവൻ ഇന്നലെ അനുസരിച്ചു കൊണ്ടിരുന്നു, ഇന്നും അനുസരിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്തൊരു വാക്ക് കേട്ടോ, അവൻ നാളെയും നിത്യതയിൽ അവൻ എന്താണ് ചെയ്യുന്നത്? और पूर्व काल में वह आज्ञाकारिता में रहा,
वर्तमान में वो आज्ञाकारिता में रहा, आने वाले कल में अनंतता में वो क्या करेगा। 1 കൊരിന്ത്യർ 15:28 പറയുന്നു, എല്ലാം തനിക്ക് കീഴായ ശേഷവും അവൻ പിതാവിന് കീഴടങ്ങിയിരിക്കും. पहला कुरिन्थियों 15वां अध्याय उसके 28वें पद में हम देखते हैं, और जब सब कुछ उसके अधीन हो जाएगा तो पुत्र आप भी उसके अधीन हो जाएगा। നിങ്ങൾ കേട്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. आपने सुना, ऐसा मैं विश्वास करता हूं। അവൻ ഇന്നലെ അനുസരിച്ചു, ഇന്നും അനുസരിക്കുന്നു, നാളെയും അനുസരിക്കുന്നു. और पूर्व काल में वह आज्ञाकारिता में अधीनता में रहा, वर्तमान में वह अधीनता में रहा, और अनंतकालीन भविष्य में भी वह पिता की अधीनता में रहेगा। ആ പുത്രനെ ഇന്ന് എന്ത് ചെയ്യുന്നു? അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. और वह पुत्र आज क्या कर रहा है? बहुतेरे पुत्रों को महिमा में वो अगुवाई कर रहा है। യേശുവിനെ പോലെ തന്നെ, यीशु के समान तुल्य एक पीढ़ी। ഓ, നിങ്ങൾ വിശ്വസിച്ച് കർത്താവിന് ആരാധന കൊടുത്താട്ടെ. आप विश्वास करते हुए प्रभु की आराधना करते रहिए, അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നു. और उसके लिए पवित्र आत्मा आज रात मध्यस्थता करता है। അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിന് ആമേൻ ആമേൻ പരിശുദ്ധാത്മാവ് യേശു ശ്രമിക്കുന്നു. നിങ്ങൾ റോമാലേഖനം 8-ാം അധ്യായം പറയുന്നു, തന്റെ പുത്രനെ പോലെ അനേക പുത്രന്മാർ ഉണ്ടാകേണ്ടതിന്. और अनेक पुत्रों को स्थापित करने के लिए, अनेक पुत्रों को खड़ा करने के लिए पवित्र आत्मा मध्यस्थता कर रहा है। ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. मिलकर प्रभु को धन्यवाद देते रहिए। യേശുവിന്റെ ശുശ്രൂഷയിൽ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് ശക്തി വെളിപ്പെട്ടെന്നല്ല, ഗ്ലോറി വെളിപ്പെട്ടെന്നാണ്. ഗ്ലോറി ഗ്ലോറി. यीशु के सेवकाई में सामर्थ प्रकट हुआ ऐसा नहीं, लेकिन महिमा प्रकट हुई, महिमा प्रकट हुई, महिमा प्रकट हुई, ऐसा है। പുത്രനിലൂടെ വെളിപ്പെടുന്നത് ഗ്ലോറിയാണ്. पुत्र के द्वारा महिमा प्रकट होता है। ഒരു ഗ്ലോറി ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കുക. एक महिमामय पीढ़ी को प्रभु खड़ा करने जा रहा है। പുത്രന്മാർ എഴുന്നേറ്റ് വരുന്നു. पुत्र लोग खड़े होने जा रहे, അത് എഴുന്നേൽക്കുവാൻ സകല സൃഷ്ടിയും ഇറ്റുനോവോടെ കാത്തിരിക്കുന്നു. और उसके लिए सारी सृष्टि प्रसव पीढ़ा में उसकी बाट जो हो रही। എന്റെ വാക്കിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ പദമാണ് പറയുന്നത്, എൻഡ് ടൈം റിവൈവൽ. അത് പുത്രന്മാരുടെ റിവൈവലാണ്. और मेरी बात को जब मैं यहाँ बंद कर रहा हूं, एक ही बात मैं कहना चाहूं, अंत की जागृति पुत्रों की जागृति। ഉലകം മുഴുവനും നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന ശബ്ദം ഇതാണ്. ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുന്നല്ല, അപ്പാ എന്ന് വിളിക്കുന്ന ശബ്ദം ഉയരാൻ പോകുകയാണ്. और विश्व आयाम से एक ही आवाज इंद्रों में गूंजने जा रही है, प्रभु नहीं, यीशु नहीं, लेकिन अब्बा पिता कहकर पुकारने वाले पुत्रों की आवाज इंद्रों में सुनाई देने जा रही है। ഓ, അതൊന്ന് കേൾക്കുന്ന സുദിനം അടുത്തിരിക്കുന്നു. അപ്പാ എന്ന് വിളിക്കുന്ന ഒരു സമയം വന്നിരിക്കുന്നു. हे अब्बा, हे पिता पुकारने वाला वो समय वो निकट आ चुका है। പുത്രന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് എന്നെ ഓർപ്പിക്കുന്ന വാക്കുകൾ ഇതാണ്. എനിക്ക് എത്രത്തോളം അത് പങ്കുവെക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു ആത്മാന്തരീക്ഷത്തിൽ അത് നിങ്ങളിലേക്ക് വന്ന് വീഴട്ടെ. और परमेश्वर का आत्मा आज रात को आप में से हर एक से कहना चाहता है, एक पुत्र के समान उठ खड़े होने के लिए, अंत की जागृति का भाग बनने के लिए पवित्र आत्मा हमारी मदद करने। എല്ലാവരും ചേർന്ന് കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. मिलकर दिल से प्रभु को धन्यवाद देना आरंभ कीजिए। മറക്കരുത്, യേശുവിനെ പോലെ തന്നെ നിങ്ങളെ ആക്കിയിരിക്കുന്നു. यीशु के समान, यीशु के स्थान पर मानो आपको प्रभु ने खड़ा किया। യേശുവിനെ പോലെ തന്നെ കർത്താവ് നിങ്ങളെ ആക്കിയിരിക്കുന്നു. यीशु के समान प्रभु ने आपको बना के रखा है। യേശുവിനെ പോലെ തന്നെ നിങ്ങളെ ആക്കിയിരിക്കുന്നു. यीशु के ही समान प्रभु ने आपको रखा है। യേശു ഒരു രാജ്യത്തിൽ എന്ത് സംഭവിക്കും അത് നിങ്ങൾ ചിലപ്പോൾ സംഭവിക്കും. और यीशु जब एक स्थान में पहुंचते हैं, जो कुछ होगा आपके जाने के द्वारा भी वो सब होगा। കാരണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയല്ല, നിങ്ങൾ അവന്റെ മകനാണ്. നിങ്ങളുടെ പൊസിഷന്റെ ശക്തിയാണ്. आपकी प्रार्थना के कारण नहीं, आपके दमखम के कारण नहीं, लेकिन आपको पुत्रत्व का वो पद दिया गया है। उस पद के दिए जाने के द्वारा यह सब प्रकट होगा। ചേർന്ന് കർത്താവിന് നന്ദി പറയാം. मिलकर प्रभु को धन्यवाद देना आरंभ कीजिए। ഈശോപ്പാ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് നന്ദി പറയുന്നു. यीशु, हम दिल से आपको धन्यवाद देते हैं। ഒരു 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 വിശുദ്ധന്, ഒരു വിശ്വാസിക്ക് ഒത്തിരി കടമ്പകളുണ്ട് നിന്റെ അടുക്കിലേക്ക് വരാൻ. एक धर्मी व्यक्ति या एक विश्वासी है, उसकी बहुत सारी बाध्यताएं रहती है आपके पास में आने के लिए। എന്നാൽ ഞങ്ങൾ ഒരൊറ്റ വിളിക്കുമ്പോൾ, അപ്പാ എന്ന് വിളിക്കുമ്പോൾ, സ്വർഗം മുഴുവനും തുറന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന ആ വലിയ പദവിയിലേക്ക് ഞങ്ങളെ കയറ്റി നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. लेकिन प्रभु, आपने हमें वो
अवसर दिया। हम एक ही बार जब आपको अब्बा पिता कह के हम पुकारते हैं, हमारे लिए स्वर्ग खुल जाता है, सब बातें हमारे लिए संभव हो जाती है। ഇവരായിരിക്കുന്ന എല്ലായിടത്തും മകനായിട്ട് നിന്ന് പുത്രനായിട്ട് നിന്ന് കർത്താവിൻ്റെ വാഴ്ച നടത്തട്ടെ, ദൈവരാജ്യത്തിൻ്റെ വാഴ്ച നടത്തട്ടെ. അതിനുവേണ്ടി അവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. परमेश्वर पिता, आज रात हम मिलकर आशीषित करके प्रार्थना करते हैं। आज जितने लोग इस सभा में जुड़े, जितने लोगों ने वचन सुना, उनके स्थानों में परमेश्वर के पुत्र के तुल्य खड़े रहने के लिए प्रभु जी आप इन्हें मदद कीजिए, और उस पुत्रत्व के प्रकाशन में खड़े होने के द्वारा आपकी महिमामय उपस्थिति, आपके अधिकार के स्तर के अंदर ये लोग वहां पर खड़े रहने पाए, ऐसा आशीष इनके ऊपर मांगते हैं। आमीन।